ഞാൻ അതൊന്ന് നേരെ കെട്ടട്ടെ. എനിക്കെങ്ങനെ അറിയാനാ? നിന്നോടല്ലേ നിന്റെ അച്ഛൻ വരും പറഞ്ഞത്. എന്നോട് പറഞ്ഞാലും അമ്മയ്ക്കൊന്നോട് വിളിച്ചു ചോദിക്കാലോ. അമ്മ എന്താ വിളിച്ചു ചോദിച്ചില്ല? ഓ പിന്നെ എന്റെ പട്ടി വിളിച്ചു ചോദിക്കും. നീനമ്മയാണോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അച്ഛനും അച്ഛനും പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മയും മീനും അമ്മയും ഈനാമ്പേച്ചിയും മരപ്പറ്റിയാണെന്ന്. അമ്മ ഈനാമ്പേച്ചി, മീനമ്മ മരപ്പറ്റിയും. അങ്ങേരൊരു ഈനാമ്പേച്ചി മരപ്പറ്റിയും. ഇതൊന്നും കേട്ട് നീ പഠിക്കാൻ നിൽക്കരുത് കേട്ടോ. കേട്ടു. അച്ഛ വരില്ലേ അമ്മ? ഇല്ല, വരില്ല. എന്താ അച്ഛൻ വരുന്ന എന്നോട് പറഞ്ഞതാ? ഏടി നിന്റെ വായ കുറച്ച് കൂടുന്നുണ്ടേ. തന്തേന്റെ മോള് തന്നെ. എനിക്ക് ഇതിനുള്ളതൊക്കെ ഞാൻ തരാട്ടോ. ആ മീറ്റിങ്ങിനൊന്ന് പോയി വരട്ടെ, എന്നിട്ടാവാൻ ബാക്കി. എന്താ മധു ഒരു കള്ളത്തരം മുഖത്തില്? പിന്നെ നീ വല്ല പണി ഒപ്പിച്ച് വെച്ചോ? ഞാൻ എന്ത് പണി ഒപ്പിക്കാനമ്മേ? ഞാൻ പാവല്ലേ. അതെ, പ്യാവത്തിനൊന്നും എനിക്ക് കാണണം. ആ മീറ്റിംഗ് ഒന്ന് കഴിയട്ടെ, എന്നിട്ടാവാൻ ബാക്കിയൊക്കെ. ടെൻഷനായല്ലോ. ആ നിങ്ങൾ വന്നോ? വന്നു. എവിടെ ഇവിടുത്തെ ടീംസൊക്കെ? ഇവിടെ ഉണ്ട്, എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുക. അല്ലടാ, നീ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടും മാനു ഇപ്പോഴും ഇറങ്ങിയില്ലേ? ഇവിടെ എത്തിയിട്ടില്ലല്ലോ. അതവന് കുറച്ചുകൂടെ വർക്ക് തീർക്കാണ്ട്. അത് കഴിഞ്ഞ സമയത്തിന് സ്കൂളിലേക്ക് എത്തിക്കോളാന്നാ പറഞ്ഞേ. ഇന്നാ പിന്നെ അങ്ങേരോട് അവിടെ തന്നെ അടയിരിക്കാൻ പറഞ്ഞൂടായിരുന്നോ? വർക്ക് ഉള്ളോണ്ടല്ലേടി. ഇന്ന വർക്ക് കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നോട്ടെ. ശരി, അതെന്തേലും ആവട്ടെ. നമുക്കെന്തായാലും ഒരുമിച്ച് ഇറങ്ങാം. അവൻ അങ്ങോട്ട് എത്തിക്കോളും. അങ്ങേര് വന്നില്ലെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ല. ഒന്ന് നിർത്തമ്മേ. അല്ല അച്ഛടെ? ഞാൻ ഇവിടെ ഉണ്ട് മധു. ആ അമ്മമ്മയുടെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നോ? ആ മമ്മി, ഞാൻ ഇവിടെ ഉണ്ട്. അമ്മച്ചേന്റെ അച്ഛൻ ഇങ്ങോട്ട് വന്നേ, ചോദിക്കട്ടെ. എന്താടി? അത് എനിക്ക് അച്ഛനെ ഇപ്പൊ സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്നിട്ട് പിന്നെ നിങ്ങളെടുത്തോ. ശരി, നടക്കട്ടെ. എന്താ മധു, എന്താ പ്രശ്നം? എടാ പൊട്ടാ, നിനക്ക് വല്ല വിചാരമുണ്ടോ? ഇന്ന് പാരന്റ്സ് മീറ്റിംഗാ, അല്ലാതെ നമ്മൾ ടൂറ് പോവല്ല. അതെനിക്കറിയാലോടി പൊട്ടി, അതിനെന്താ? എടാ ഇതോടെ നമ്മുടെ കളത്തരൊക്കെ പൊളിയും. നമ്മൾ സ്കൂളിൽ കാട്ടിയതൊക്കെ പറഞ്ഞു കൊടുക്കുക ടീച്ചർമാര്. അത് ശരിയാണല്ലോ. ഇനി എന്ത് ചെയ്യും? നമുക്ക് ലീവ് എടുത്താലോ വയ്യ പറഞ്ഞിട്ട്. പിന്നെ ഇപ്പൊ സമയത്ത് നമ്മുടെ ഈനാമ്പേച്ചി മരപ്പറ്റിയും ലീവ് എടുക്കാൻ. ഈനാമ്പേച്ചി പിന്നെ സമ്മതിക്കായിരിക്കും, പക്ഷെ മരപ്പറ്റി സമ്മതിക്കൂല. ഈനാമ്പേച്ചിയും സമ്മതിക്കില്ലടാ. ടെൻഷനായല്ലോ. ഇനി എന്തായാലും വരുന്നോടത്ത് വെച്ച് കാണാം. നമുക്ക് എന്തായാലും പോവാ. എന്റെ അമ്മായിമ്മ അമ്മയച്ചനും വരുന്നടിന്ന്. ഓ, അതങ്ങനെ ഒരുത്തൻ. കഴിഞ്ഞോ ഡിസ്കഷനൊക്കെ? കഴിഞ്ഞു. ഇന്ന് എത്ര തല്ല് വാങ്ങിക്കൂട്ടുന്നാവും ഡിസ്കസ് ചെയ്തേ അല്ലേ? അതിങ്ങനെ മനസ്സിലായി അച്ഛമ്മയ്ക്ക്? പോക്ക് കണ്ടപ്പോ മനസ്സിലായി. ഓഹോ, ഇനി എന്താ ചെയ്യാ? ഇനി നിങ്ങളൊന്നും ചെയ്യണ്ട, എല്ലാം അവര് ചെയ്തോളും. എല്ലാം കൈ നീട്ടി അങ്ങോട്ട് വാങ്ങിച്ചാ മതി. ഓ, ഈ അച്ഛമ്മ ടെൻഷനാക്കാൻ വേണ്ടി. വാ പിള്ളേരെ, വന്ന് വണ്ടി കയറ്. ഓ വന്നല്ലോ മരപ്പട്ടി. എന്താടാ പറഞ്ഞേ? ഓ, ഈ ചിക്കൻ തല്ല് വാങ്ങി കൂട്ടാനായിട്ട്. മീനമ്മ വാ, വണ്ടി കയറ്. ഓ ഭാഗ്യം, രക്ഷപ്പെട്ട്. ഈ അച്ഛൻ എന്താ വരാത്തെ? ഇപ്പൊ എത്തുന്ന് പറഞ്ഞതല്ലേ? ഇപ്പൊ എത്തുടി കാന്താരി, ഒന്ന് വെയിറ്റ് ചെയ്യേ. ഇതാ വന്നല്ലോ ഏട്ടൻ.
അച്ഛേ. അച്ഛൻ്റെ പൊന്ന് അച്ഛനെ നല്ല മിസ് ചെയ്തോടാ. ആ അച്ഛേ, ഒരുപാട് മിസ് ചെയ്തു. ആണോ? സോറി കേട്ടോ. ഇപ്പം അച്ഛൻ വന്നില്ലേ? ഹാപ്പി? ഒരുപാട് ഹാപ്പി. പിന്നല്ല അച്ഛേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? അതെ, എല്ലാവരും ഒന്ന് വേഗം വന്നേ. വേഗം കഴിഞ്ഞാൽ വേഗം വീട്ടിൽ പോവാം. ഗുഡ് മോർണിംഗ് മിസ്. ഷോ, എൻ്റെ കുട്ടിക്ക് എന്തൊരു ബഹുമാനം എല്ലാവരോടും. അതെ അതെ, ഫുള്ള് കേട്ടിട്ട് പറഞ്ഞാൽ മതി. യെസ്, അപ്പോൾ മിസ്റ്റർ ആൻഡ് മിസ്സസ് മിഥുൻ, ഈ കുട്ടിയെക്കുറിച്ച് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് കുട്ടിയുടെ അനുസരണയും ബഹുമാനത്തിനെ കുറിച്ചാണ്. ഒരു വക പറഞ്ഞാൽ കുട്ടി അനുസരിക്കില്ല. ബഹുമാനം എന്ന് പറഞ്ഞാൽ അടുത്ത് കൂടെ പോയിട്ടേ ഇല്ല. ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കേട്ടേണ്ട ഒരു മാനേഴ്സാണ്. എന്നെ നോക്കണ്ട, ഞാനിവിടെ ഇല്ല. നല്ല ബെസ്റ്റ് ബഹുമാനം. അവൻ്റെ പകരം ഞങ്ങൾ സോറി ചോദിക്കുന്നു ടീച്ചർ. പിന്നെ ടീച്ചർക്കൊന്ന് കോണ്ടാക്ട് ചെയ്യാമായിരുന്നല്ലോ. അത് നിങ്ങൾ ഇവിടുത്തെ നമ്പറിൽ ഞങ്ങൾ വിളിച്ചു നോക്കി, പക്ഷെ അത് കിട്ടുന്നില്ല. അതിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ഓക്കെ ടീച്ചർ, ഈ നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. പിന്നെ വേറെ ഒന്നുമില്ലല്ലോ. പിന്നെ പെൺകുട്ടികൾക്ക് ഇവരെ തട്ടി നടക്കാൻ വയ്യ, കൂടാൻ മറ്റേ പെണ്ണുണ്ട്. കർത്താവേ, ഇതും എൻ്റെ തലയ്ക്ക് വീഴുമല്ലോ. സോറി ടീച്ചർ. ഇറ്റ്സ് ഓക്കെ, അത് ശരിയാക്കിയാൽ മതി. പിന്നെ പഠിത്തം കുറച്ച് പോരാ, എന്നാലും കുഴപ്പമില്ല, ഒന്നുകൂടെ ഇമ്പ്രൂവ് ആവാനുണ്ട്, അത്ര തന്നെ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ടീച്ചർ. വെരി സർ, ടേക്ക് യു സീറ്റ്. ഗുഡ് മോർണിംഗ് മിസ്. അപ്പോൾ ആളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കുരുത്തക്കേട്ടിന് കൈയും കാലും വെച്ച സാധനം എന്നൊക്കെ പറയില്ലേ, അതേപോലൊരു പൊട്ടാസ് ഐറ്റമാണ് മധുവിത. ടീച്ചർ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ എൻ്റെ കുട്ടിയെ ഒന്നിനും വെച്ച് ഉപമിക്കാൻ നിൽക്കേണ്ട. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് സർ. ഞാൻ പറഞ്ഞു വന്നത് അത്രയ്ക്ക് കുരുത്തക്കേട് അവളുടെ കയ്യിലുണ്ട്. കുട്ടി ഒന്നും പറഞ്ഞ് കേൾക്കാറില്ല, ക്ലാസ്സിൽ എപ്പോഴും സംസാരിക്കുക, അഞ്ചലിൻ്റെ കൂടെയാണ് എപ്പോഴും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. തീരുമാനമായി. സോറി ടീച്ചർ, അതിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ഇനി ഇവളുടെ ഭാഗത്ത് അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. ശ്രമിച്ചാൽ പോരാ, അത് നടപ്പിലാക്കണം. മറ്റുള്ള കുട്ടികൾക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത്. ഈ അടുത്ത് തന്നെ ഈ കുട്ടി വേറൊരു കുട്ടിയെ തല്ലാൻ പോയി എന്നൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. സോ ഒരു പെൺകുട്ടിയാണെന്ന് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണം. ടീച്ചറുടെ ആ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ യോജിക്കുന്നില്ല. ഒരു പെൺകുട്ടിയാണ് എന്ന പേരിൽ അവൾ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നെവിടെയും ഇല്ല. അതിനോട് ഞാനും യോജിക്കുന്നില്ല. ഒരു പെൺകുട്ടിക്കാണ് പ്രത്യേകിച്ച് ഇനിയുള്ള സ്കിൽസൊക്കെ അവരുടെ ജീവിതത്തിൽ ആവശ്യം. അതെ, അതേപോലെ തന്നെ എൻ്റെ കുട്ടി ഒരു കാരണമില്ലാതെ ഇത് ചെയ്യില്ല. സോ അതെന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണമായിരുന്നു. അത് മാത്രമല്ല, ഇങ്ങനൊരു കാര്യം നടന്നതെന്ന് വെച്ചാൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് അറിയിക്കേണ്ട റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുണ്ട്. അയ്യോ, ആ കാര്യം ഞങ്ങൾ ചെറിയ കാര്യമല്ലേ പറഞ്ഞ് ഞങ്ങളത് വിട്ടു. അതാ പിന്നെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ അറിയിക്കാതിരുന്നത്. അങ്ങനെ സിമ്പിളായിട്ട് വിടേണ്ട കാര്യമല്ലല്ലോ ഇത്. ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് അറിയണ്ടേ? ആൻഡ് അത് ചെക്ക് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെയാണ്. നിങ്ങൾ തന്നെ പറയുന്നു ഇതൊരു സില്ലി കാര്യമാണെന്ന്. പിന്നെ എന്തിനിപ്പോൾ അത് പെരുപ്പിച്ച് വലുതാക്കി ഇവിടെ പറയുന്നു? സോറി സർ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല. ഇതാ കുട്ടിയുടെ പ്രോഗ്രസ് കാർഡ്, ഇവിടെ സൈൻ ചെയ്താൽ മതി. ടീച്ചർ എന്ത് കാര്യം ഉണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യണം. അതുകൊണ്ടാണിപ്പോൾ ഇത്രയും കാര്യം ഞങ്ങൾ ടീച്ചറെ ഒപ്പോസ് ചെയ്ത് പറഞ്ഞത്. ഓക്കെ മാഡം, ഞാൻ പറയാം. എന്നാൽ ശരി, അടുത്ത ആൾക്കാരെ വിളിക്കട്ടെ. എന്തായി മോളെ, എന്താ പറഞ്ഞേ? എന്തായിരിക്കും എന്നും അതൊക്കെ തന്നെ. വീട്ടിലേക്ക് എത്തട്ടെ, എന്നിട്ടാവാം ബാക്കി. എന്തായുടെ കാര്യങ്ങളൊക്കെ?
അതൊക്കെ അമ്മയ്ക്കിപ്പം മനസ്സിലാവും. കാണാൻ പോകുന്ന പോലെ ഞാനായിട്ട് വെറുതെ പറഞ്ഞറിയിക്കുന്നില്ല. നീ ആരാന്നാ നിന്റെ വിചാരം? അവിടുത്തെ ഗുണ്ടിയോ? മധു നോ ഗു ഗു ഗുണ്ടി നോട്ട് ഗു. അവൾ തല്ലാൻ നടക്കുന്നു. നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരോട് ബഹുമാനത്തോടെ പെരുമാറണമെന്ന്? നിന്നോടാ ചോദിക്കുന്ന മധു. വെറുതെ വടീനെ കൊണ്ട് ഒരു ആക്ഷൻ എടുപ്പിക്കാൻ നിൽക്കരുത് നീ. അപ്പൊ നിനക്ക് പറയുന്നത് കേൾക്കാൻ ഒരു ഉദ്ദേശമില്ല അല്ലേ? കാണിച്ചു തരാം. ഇങ്ങോട്ട് നിൽക്കടി. ഇനി നീ ഇങ്ങനെ ചെയ്യോ? ചെയ്യൂന്ന്. മാറി നിന്നേ. നിനക്ക് അവളെ പറഞ്ഞു മനസ്സിലാക്കാം. അല്ലാതെ തല്ലു തിരുത്താനും മാത്രമുള്ള തെറ്റൊന്നും അവൾ ചെയ്തിട്ടില്ല. എവിടെ ആള്? അതാ അവിടെ ഉണ്ട് അച്ഛേ. ആണോ? ഇന്ന് അച്ഛക്കുട്ടി പോയിട്ട് സോറി പറഞ്ഞിട്ട് വന്നേ. ഓക്കേ അമ്മേ. സോറി അമ്മേ. അയ്യോ അമ്മ എന്തിനാ കരയുന്നേ? സോറി അമ്മേ, ഞാൻ അങ്ങനെ ചെയ്യില്ല, ഉറപ്പ്. സോറി പെണ്ണെ, മക്കൾക്ക് വേദനിച്ച അമ്മ തല്ലിയത്. അയ്യേ, അതിനാണോ അമ്മ കരയുന്നേ? അതെന്റെ ദേഹത്ത് തട്ടിയിട്ട് പോലും ഇല്ലല്ലോ. എന്ത്? വെറുതെ കിടന്ന് ഇമോഷണലായി. അതിന് അമ്മനോട് ആര് ഇമോഷണൽ ആവാൻ പറഞ്ഞു? അതൊക്കെ എന്റെ ചട്ടവല്ലേ. ഇനി തല്ലുമ്പോ കൊള്ളിക്കാൻ നോക്കാവേ. അങ്ങനെ പറയില്ലേ. അമ്മയ്ക്ക് അച്ഛൻ ചീത്ത പറഞ്ഞപ്പോ സങ്കടം വന്നതല്ലേ, എനിക്കറിയാം. അങ്ങനെ കാര്യം നീ എൻ്റെ അടുത്ത് പറയരുത് കേട്ടോ? കേട്ടു. ഇനി പറയ്, എന്താ എന്റെ പൊന്നിന്റെ പ്രശ്നം? പറയടി പെണ്ണെ. എന്താ എന്റെ പൊന്നിന്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നേ? എന്താ എന്റെ പെണ്ണിന് പറ്റിയേ? ഒന്നുമില്ല, എന്നോട് മിണ്ടാ വരണ്ട. എന്താ കുഞ്ഞ ഇങ്ങനെ? ഞാൻ ഈ 2 ദിവസം വിളിച്ചപ്പോ വന്നില്ല, മോള് വിളിച്ചപ്പോഴേക്കും ഓടി വന്നു ഇല്ലേ? എന്നിട്ട് പോടാ, ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ. അയ്യോ സീരിയസ് ആയിരുന്നു. ഇന്ന് ഓക്കെ, ഒന്നുകൂടെ പോടാ. കരഞ്ഞ തക്കാളിപ്പഴം പോലെ ചുവന്നിട്ടുണ്ടല്ലോ ചുണ്ടും. എന്തായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഈ തക്കാളിപ്പഴം ഞാൻ എടുത്തോട്ടെ. അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എടുത്തോ. ഓഹോ, എന്നാ ഞാൻ എടുക്കാണേ. എന്റെ വയറ്. എന്തിനാടി എന്റെ കുട്ടീനെ തള്ളിയേ? അതിനുള്ളത് അതിനൊക്കെ ഇത് കേട്ടോ. അതിന് ഞാൻ തല്ലിയത് അതിന്റെ മീത് തട്ടിയിട്ട് പോലും ഇല്ലടാ. എന്നാലും നീ എന്റെ കൊച്ചിനെ തല്ലിയില്ലേടി?
ആ എൻ്റെ മനുഷ്യ, നിങ്ങൾക്ക് എൻ്റെ നല്ലോണം കിട്ടുണ്ടോ? വെറുതെ കളിക്കാൻ നിൽക്കല്ലേ. വേദനിച്ചോ? ഇല്ല, നല്ല സുഖം ഉണ്ടായിരുന്നു. ആണോ? എനിക്കത് കാണുമ്പോഴേ കടിച്ചു വരച്ച് തിന്നാൻ തോന്നുന്നു. ഇങ്ങനെ കൊണ്ട് ഞാൻ പോവാ. അങ്ങനെ അങ്ങ് പോയാലോ? നിക്കടിയോട്. മാനവേട്ട, ഇപ്പൊ വേണ്ട, ശരിയാവില്ല ഇപ്പൊ, പിന്നെ മതി. വേണ്ട. ഓക്കെ ഇരിപ്പുണ്ടാട്ടി. അവരവരുടെ ജീവിതം സന്തോഷിച്ച് ജീവിച്ചു പോകട്ടെ അല്ലേ? നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. ഗൈസ്, ഒരു ചിന്ന കാര്യം. ലെങ്ത് കുറവാണെന്നറിയാം, ഫോണിൽ സ്റ്റോറേജ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വെച്ച് നിർത്തുന്നത്. ഞാൻ കൂടുതൽ സീൻസൊക്കെ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ ഫോൺ പണി തന്നു, അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഫോണാണെങ്കിൽ ഇടയ്ക്ക് ഓണായി ഓഫായാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോൾ അത് ഓഫാവുന്നോ അന്ന് ഞാനും നിൽക്കുന്നതായിരിക്കും എന്ന് അറിയിച്ചു കൊള്ളുന്നു. അപ്പോൾ ഓക്കെ, ബൈ.